സിക്സ്ത് സെമസ്റ്റർ ബികോമിൽ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഇൻ്റർനാഷണൽ ബിസിനസ്? Meaning, characteristics of international business, difference between domestic business and international business, why companies engage in international business, reasons for the recent growth of international business, importance of international business, risks of international business, problems of international business, techniques or strategies of international business, international trade, globalization, problems and limitations of globalization, rational or benefits of globalization, impacts of globalization in the Indian economy. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ് റെഫേഴ്സ് ടു ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻവോൾവ് ദി ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ്, ഗുഡ്സ്, സർവീസസ്, നോളജ്, സ്കിൽസ് ഓർ ഇൻഫർമേഷൻ അക്രോസ് നാഷണൽ ബൗണ്ടറീസ്. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ക്യാരിങ് ബിസിനസ് ആക്ടിവിറ്റീസ് ബിയോണ്ട് നാഷണൽ ബൗണ്ടറീസ് എന്നുള്ളതാണ്. അത് ബിസിനസ് ആക്ടിവിറ്റീസ് എന്നുള്ള എന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നു? ദ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസിൻ്റെ ട്രാൻസ്ഫർ, ഗുഡ്സിൻ്റെ ട്രാൻസ്ഫർ, സർവീസസിൻ്റെ, നോളജ്, സ്കില്ല്, ഇൻഫർമേഷൻ, ഇതിൻ്റെയൊക്കെ ട്രാൻസ്ഫറാണ് ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നടക്കുന്നത്. ദ റിസോഴ്സസ് ദാറ്റ് മേക്ക് അപ്പ് ദിസ് ഫ്ലോ ആർ റോ മെറ്റീരിയൽസ്, ക്യാപിറ്റൽ ആൻഡ് പീപ്പിൾ. ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. റോ മെറ്റീരിയൽ ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, പീപ്പിൾ ഉണ്ടായിരിക്കും. ഗുഡ്സ് മേ ബി സെമി ഫിനിഷ്ഡ്, ഫിനിഷ്ഡ്. ഗുഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഫിനിഷ്ഡ് ആയിരിക്കാം, സെമി ഫിനിഷ്ഡ് ആയിരിക്കാം. സർവീസസ് ഇൻക്ലൂഡ് അക്കൗണ്ടിങ്, ലീഗൽ കൗൺസിലിംഗ്, ബാങ്കിങ്, ഇൻഷുറൻസ്, മാനേജ്മെൻറ്റ് കൗൺസിലിംഗ്, ട്രേഡ് സർവീസ്, എഡ്യൂക്കേഷൻ, health care and tourism, and among others. സർവീസസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്, ലീഗൽ കൗൺസിലിംഗ്, ബാങ്കിങ്, ഇൻഷുറൻസ്, മാനേജ്മെൻറ്റ് കൺസൾട്ടിങ്, ട്രേഡ് സർവീസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ടൂറിസം, ഇതൊക്കെയാണ്. നോളജ് ആൻഡ് സ്കിൽസ് ഇൻക്ലൂഡ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ. ടെക്നോളജി ആൻഡ് ഇന്നോവേഷനാണ് ഈ നോളജും സ്കില്ലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷണൽ ആൻഡ് മാനേജറിയൽ സ്കിൽസ് ആൻഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് സച്ച് ആസ് കോപ്പി റൈറ്റ്സ്, ട്രേഡ് മാർക്സ്, ബ്രാൻഡ് നെയിംസ്, ഇതൊക്കെയാണ് ഈ നോളജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇൻഫർമേഷൻ ഫ്ലോസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ഡാറ്റാബേസ് ആൻഡ് ഇൻഫർമേഷൻ നെറ്റ്വർക്ക്സ്. ഡാറ്റാബേസും അതുപോലെ തന്നെയുള്ള ഇൻഫർമേഷൻ നെറ്റ്വർക്സുമാണ്. The parties involved may be individuals, companies, company clusters, government bodies. കമ്പനി ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അലയൻസസ് ഒക്കെയാണ്. ഗവൺമെൻറ് ബോഡീസ് ആയ സെൻട്രൽ ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങൾ, ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വേൾഡ് ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആളുകൾ ഈ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആളുകൾ. ഓഫ് ദീസ് കമ്പനീസ് ആർ ഡോമിനൻറ്റ് പ്ലെയർ. ഇവരൊക്കെ ആയിരിക്കും അതിൽ ഡോമിനൻറ്റ് പ്ലെയേഴ്സ് ആയിട്ടുണ്ടാവുക. They are primary economic agent facilitating and gaining from globalization. അവരാണ് എക്കണോമിക് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഗ്ലോബലൈസേഷൻ്റെ ഗെയിനിങ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ആക്ടിവിറ്റീസിനെയാണ്, അതായത് ആക്ടിവിറ്റീസ് ക്രോസിംഗ് നാഷണൽ ബൗണ്ടറീസ് ആർ കോൾഡ് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ്. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കുന്നത് ഈ ആക്ടിവിറ്റീസിനാണ്. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ പ്രധാനപ്പെട്ടാണ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇതാണ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് വെൻ എ കമ്പനി എക്സ്പോർട്ട്സ് ഗുഡ്സ് ഓർ സർവീസസ് ടു ബയേഴ്സ് ഇൻ അനദർ കൺട്രി. ബയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടേഴ്സ്.
ഒരു കമ്പനി അതിൻ്റെ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക അത് മറ്റൊരു ഇമ്പോർട്ടിംഗ് ആയിട്ടുള്ള രാജ്യത്തേക്ക്. അതിനാണ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ട്രേഡ് ഇതിൻ്റെ താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ് ഇതൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് ട്രേഡിംഗ് ബ്ലോക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ ട്രേഡിനെ ഡിസൈഡ് ചെയ്യുന്നതിൽ ഉള്ള പ്രധാനപ്പെട്ട ഒന്നാണ് ട്രേഡിംഗ് ബ്ലോക്സ്, അത് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഡോക്യുമെൻറ്റേഷനും നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളിലായിട്ട് ഡിസ്കസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് മറ്റൊന്നാണ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ആർ മാനിഫെസ്റ്റഡ് മെയിൻലി ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻ്റർനാഷണൽ ട്രേഡും ചേർന്നതാണ്. ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മറ്റൊന്ന്, അതായത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ആണ് മറ്റൊരു ഭാഗം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഇൻ്റർനാഷണൽ ഫിനാൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് occurs when the company invests resources in business activities outside its home country. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു? റിസോഴ്സസ് ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ് ഔട്ട്സൈഡ് ഇറ്റ്സ് ഹോം കൺട്രി. ഹോം കൺട്രിയിൽ നിന്ന് മറ്റൊരു ഹോസ്റ്റ് കൺട്രിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ എന്ത് വിളിക്കുന്നത്? ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ അറിയപ്പെടുന്നുണ്ട്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്നുള്ള ഭാഗത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസിൻ്റെ ഇമ്പോർട്ടൻസ്, ദെൻ ഇൻ്റർനാഷണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ്, ദെൻ അതിൽ തന്നെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഹാവിങ് ഇമ്പാക്റ്റ് ഓൺ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഇൻ്റർനാഷണൽ ട്രേഡ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, മറ്റതർ ട്രാൻസാക്ഷൻസ്, എക്സ്ചേഞ്ച് റേറ്റ്, ഇറ്റ്സ് ഡിറ്റർമിനേഷൻ, ദെൻ തിയറീസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. ഇത്രയാണ് ഇൻ്റർനാഷണൽ ഫിനാൻസുമായിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ഇൻ്റർനാഷണൽ ഫിനാൻസിങ് ഓപ്പറേഷൻസ്, ഏതൊക്കെ ടൈപ്പ് ഇൻ്റർനാഷണൽ ഫിനാൻസിങ് ഓപ്പറേഷൻസ് ഉണ്ട്? ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സ്, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റ്സ്, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യും. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെൻറ്റ്, ഇത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന റിസ്കിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ്. അവിടെ തന്നെ സ്പെക്കുലേഷൻ ആൻഡ് ഹെഡ്ജിങ്, ഇത് തമ്മിൽ ഡിഫറൻസ്, വാട്ട് ഈസ് ആർബിട്രേജ്, ദെൻ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ടെക്നിക്സ് and other external techniques of managing foreign exchange risk. ഇത്രയാണ് ഇൻ്റർനാഷണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ മൾട്ടിനാഷണൽ എൻ്റർപ്രൈസ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്? അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിലും ഇൻവെസ്റ്റ്മെൻറ്റിലും ഏർപ്പെടുന്ന കമ്പനീസൊക്കെ അറിയപ്പെടുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടുന്ന പാർട്ടീസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ആവാം. ഇൻഡിവിജ്വൽസ് എന്നാണ് ടൂറിസ്റ്റുകളൊക്കെ, അല്ലെങ്കിൽ മറ്റ് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ബൈയിങ് ഫോറിൻ സ്റ്റോക്സ് വാങ്ങുന്ന ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ ആയിട്ടുള്ള കമ്പനീസ്, അതാണ് എല്ലാം കൂടി നമ്മൾ പറഞ്ഞിട്ടുള്ള മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. അതിൻ്റെ തന്നെ മറ്റൊരു രൂപത്തിലാണ് അലയൻസസ് വരുന്നത്. ഗവൺമെൻറ്റിൻ്റെ ബോഡീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. then ഈ പാർട്ടീസിൽ തന്നെ MNCs അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. എന്താണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ MNCs?
A firm, regardless of its size, that is engaged in international business is defined as international firm. International firms എന്നറിയപ്പെടുന്നത് അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ എന്ത് ചെയ്യുക, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ബിസിനസ്സിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് ഇൻ്റർനാഷണൽ ഫേമാണ്. എ ഫേം ദാറ്റ് ഹാസ് ഡയറക്ട്ലി ഇൻവെസ്റ്റഡ് അബ്രോഡ്, ഒരു ഫേം എന്ത് ചെയ്യുന്നു, എബ്രോഡിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഹാസ് അറ്റ്ലീസ്റ്റ് വൺ വർക്കിംഗ് അഫിലിയേറ്റ് ഇൻ ഫോറിൻ കൺട്രി, അതിന് ഒരു വർക്കിംഗ് അഫിലിയേറ്റ് എങ്കിലും ഫോറിൻ കൺട്രിയിൽ ഉണ്ടെങ്കിൽ, അത് ഫാക്ടറി ആവാം അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസ് ആവാം, അത്തരത്തിലൊരു ഒന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മൾട്ടിനാഷണൽ എൻ്റർപ്രൈസ് എന്ന് പറയും. അതെന്തിനു വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ വിച്ച് ഇറ്റ് മെയിൻറ്റെയിൻസ് എഫക്റ്റീവ് കൺട്രോൾ. അതിൻ്റെ എഫക്റ്റീവ് കൺട്രോൾ ആർക്കുണ്ട്, ഈ ഒരു ഫോറിൻ കൺട്രികളിലെ ഒരു വർക്കിംഗ് അഫിലിയേറ്റിന് അതിൻ്റെ മുകളിലെ കൺട്രോൾ, അതിൻ്റെ ആ സബ്സിഡി യൂണിറ്റിൻ്റെ കൺട്രോൾ മുഴുവനും ആർക്ക് തന്നെ ഉണ്ട്, ആരാണോ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റിംഗ് ചെയ്തിട്ടുള്ള ടീമിന് തന്നെ ഉണ്ടെങ്കിൽ അതൊരു മൾട്ടിനാഷണൽ എൻ്റർപ്രൈസ് എന്നറിയപ്പെടും, അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് അറിയപ്പെടും. മറ്റൊരു ഡെഫിനിഷനിൽ പറയുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 6 ഫോറിൻ ലൊക്കേഷൻസിൽ അതിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം എന്നാണ്. റിക്വയർസ് പ്രസൻസ് ഇൻ അറ്റ്ലീസ്റ്റ് 6 ഫോറിൻ ലൊക്കേഷൻസ്. മറ്റൊരു ഡെഫിനിഷൻ പറയുന്നത് ഹാസ് പ്രസൻറ്റ് ഇൻ ഓൾ മേജർ റീജിയൻസ്, നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ഈ രീതിയിലൊക്കെ എന്ത് പറയുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഒരു ഡെഫിനിഷനിലെത്താം, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നതിനൊക്കെ ഇൻ്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ആയിട്ടുള്ള എൻ്റർപ്രൈസസ് എന്ന് വിളിക്കാം. എന്താണ് ഇനി ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് ഡൊമസ്റ്റിക് ബിസിനസ് തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാം. ഇൻ്റർനാഷണൽ ബിസിനസ്, ഒരു മൾട്ടിനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ബിസിനസ്സിൻ്റെ ഔട്ട് ഗ്രോത്തിനെയാണ് ഇൻ്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ന് അറിയപ്പെടുന്നത്. മൾട്ടിനാഷണൽ ഓപ്പറേഷൻസിൽ ഏർപ്പെടുന്ന ബിസിനസ് സ്ഥാപനങ്ങളൊക്കെയും ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇൻ്റർനാഷണൽ ബിസിനസ്സും ഡൊമസ്റ്റിക് ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയാം. In fact, most major corporations that are active in today international scene started their operations in the domestic market. നമുക്ക് പല കമ്പനികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ് പിന്നീട് ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസിലേക്ക് ഏർപ്പെടുകയും അങ്ങനെ ഒരു മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് ആയി മാറുകയും ചെയ്യുകയാണ് ഉണ്ടായത് നമുക്ക് കാണാൻ പറ്റും. ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് ഡൊമസ്റ്റിക് ബിസിനസ് ഇവ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ ബിസിനസ് ഇൻവോൾവ്സ് അക്രോസ് ദി കൺട്രി ട്രാൻസാക്ഷൻസ് ഓർ അക്രോസ് ദി കൺട്രി പ്രൊഡക്ഷൻ ഓർ അക്രോസ് ദി കൺട്രി പ്രൊവിഷൻ ഓഫ് സർവീസ്. അത് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് ബൗണ്ടറിക്ക് അപ്പുറത്തും അതിൻ്റെ പ്രൊഡക്ഷനും സർവീസസും ഒക്കെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതേസമയം but such activities in case of domestic business are limited to the length and breadth of the company. അത് അത്തരത്തിലുള്ള വിപുലമായിട്ടുള്ള മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർവീസോ ഏതിലുണ്ടായിരിക്കില്ല, ഒരു ഡൊമസ്റ്റിക് ബിസിനസ് സ്ഥാപനത്തിലുണ്ടായിരിക്കില്ല. അത് രാജ്യത്തിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു പ്രവർത്തനമായിരിക്കും ഉണ്ടാവുക. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ത് ചെയ്യുന്നു, ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡൈവേഴ്സ് ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റിലാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത ആണ്. എന്തിനാണ് നമ്മൾ ഈ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന ഈ ഒരു ടോപ്പിക്ക് തന്നെ പഠിക്കേണ്ട ഒരു ആവശ്യകത എന്താണ്? അതുതന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡൈവേഴ്സ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണെന്ന് പറയാം. ആ ഒരു രാജ്യത്തെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് വ്യത്യസ്തമായിരിക്കാം, എക്കണോമിക് എൻവയോൺമെൻറ്റ് വ്യത്യസ്തമായിരിക്കാം, അവിടുത്തെ സോഷ്യൽ കസ്റ്റംസ് ഡിഫറൻ്റ് ആയിരിക്കാം, ലോസ് ഡിഫറൻ്റ് ആണ്, ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഡിഫറൻ്റ് ആണ്, അവിടുത്തെ ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, കറൻസി ഇതൊക്കെയും ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ്. ആ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ ഡിഫറൻ്റ് ആണ് അവരുടെ കറൻസി, അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ, എക്കണോമിക് എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ സിസ്റ്റം, സോഷ്യൽ കസ്റ്റംസ്, ഗവൺമെൻറ് റെഗുലേഷൻസ് ആൻഡ് റൂൾസ് ഇതൊക്കെയും ഡിഫറൻ്റ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഡൊമസ്റ്റിക് ബിസിനസ് എന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് വരേണ്ടി വരുന്നില്ല,
നമ്മുടെ നാഷണൽ ബൗണ്ടറീസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു എൻവയോൺമെൻറ്റ് മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഡൊമസ്റ്റിക് ബിസിനസ് ഈസ് സബ്ജക്റ്റ് ടു ദി പൊളിറ്റിക്സ് സിസ്റ്റം, സോഷ്യൽ കസ്റ്റംസ്, ലോസ് ആൻഡ് ഗവൺമെൻറ് റൂൾസ് ആർ പ്രിവൈലിംഗ് വിത്തിൻ എ കൺട്രി. ഒരു കൺട്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. പക്ഷേ മറ്റൊരു ബിസിനസ്, ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ഒരു രാജ്യത്തുള്ള ലോ ആയിരിക്കില്ല മറ്റൊരു രാജ്യത്ത്, ആ രാജ്യത്തുള്ള എക്കണോമിക് സിസ്റ്റം ആയിരിക്കില്ല മറ്റൊരു രാജ്യത്ത്. ഈ എക്കണോമിക് എൻവയോൺമെൻറ്റും പൊളിറ്റിക്കലായിട്ടുള്ള എൻവയോൺമെൻറ്റൊക്കെയും ഡിഫറൻ്റ് ആയിരിക്കും ഓരോ രാജ്യത്ത് പോകുന്നതോറും. അവിടുത്തെ സോഷ്യൽ കസ്റ്റംസ് ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ രാജ്യത്ത് ആ രീതിയിലൊരു പ്രശ്നം ഉണ്ടാവില്ല. ഡൊമസ്റ്റിക് ബിസിനസ്സിന് അത്തരത്തിലുള്ള പ്രശ്നം നേരിടേണ്ടി വരില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ദർ ആർ മെനി കോംപ്ലക്സിറ്റീസ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഒരുപാട് കോംപ്ലക്സിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. എക്സാമ്പിൾ പറയുക, അതായത് ഇൻട്രാ ഫേം ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, ഇൻ്റർ ഫേം ട്രാൻസാക്ഷൻസിൻ്റെ കൂടെ തന്നെ ഇൻട്രാ ഫേം ട്രാൻസാക്ഷൻസ് നടത്തേണ്ടി വരും. അത് കൂടുതലായിട്ടുള്ള ട്രാൻസ്ഫറുകൾ നടത്തേണ്ടി വരും. ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന ഒരു സംജ്ഞ തന്നെ, ആ ഒരു കൺസെപ്റ്റ് തന്നെ നിലനിൽക്കുന്നത് ഈ ഇൻ്റർനാഷണൽ ബിസിനസ്സിലാണ്. അത് രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തുള്ള അവരുടെ അഫിലിയേറ്റ് ആയിട്ടുള്ള യൂണിറ്റുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് പ്രൈസിങ് നിശ്ചയിക്കേണ്ടി വരുന്നു. അത്തരത്തിലുള്ള പ്രൈസിങ്ങിൻ്റെ ആവശ്യകത വരുന്നത് ഫൈനൽ ഗുഡ്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, റോ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഫ്ലോ ബിറ്റ്വീൻ പാരൻറ്റ് കമ്പനി ആൻഡ് സബ്സിഡി കമ്പനി. ഒന്നിന് പാരൻറ്റ് കമ്പനി എന്ന് പറയുക, മറ്റൊന്നിന് സബ്സിഡി കമ്പനി എന്നാണ് പറയുക. ഈ പാരൻറ്റ് കമ്പനി ഏത് കമ്പനിയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പാരൻറ്റ് കമ്പനി അതിൻ്റെ സബ്സിഡി യൂണിറ്റായി വർക്ക് ചെയ്യുന്ന യൂണിറ്റുകൾ ഇവ തമ്മിൽ എപ്പോഴും ഒരു ട്രാൻസാക്ഷൻസ്, ഇൻട്രാ ഫേം ട്രാൻസാക്ഷൻസ് നടത്തേണ്ടി വരും. അല്ലെങ്കിൽ ഈ സബ്സിഡറീസ് തമ്മിൽ ട്രാൻസാക്ഷൻസ് നടത്തേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ പ്രത്യേക പ്രൈസിംഗ് ഒക്കെ ആവശ്യമാണ്. ഇൻ സച്ച് കേസസ് ട്രാൻസാക്ഷൻസ് ഓഫൺ ഇൻവോൾവ് ട്രാൻസ്ഫർ പ്രൈസിങ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നടക്കുന്നുണ്ട്. അതേസമയം അത്തരത്തിലുള്ള ഒരു കോംപ്ലക്സിറ്റീസും നമുക്ക് കാണാൻ പറ്റില്ല, ഡൊമസ്റ്റിക് ബിസിനസ്സിൽ കാണാൻ പറ്റില്ല. മറ്റൊന്ന്, ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ മറ്റൊരു സബ്ജക്റ്റായിട്ട് വരുന്ന ഒരു കാര്യമാണ് വേരിയസ് റിസ്ക്. അതിനൊരു ഘടകമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ റിസ്കുകൾ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക്കാണ് പൊളിറ്റിക്കൽ റിസ്ക്. ദെൻ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്. ദെൻ അത്തരത്തിലുള്ള വേരിയസ് റിസ്കുകളുണ്ട് എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ദെൻ മറ്റൊന്ന്, അവിടെ ഡൊമസ്റ്റിക് ബിസിനസ് എന്ത് ചെയ്യുന്നില്ല, ദർ ഈസ് നോ സച്ച് റിസ്ക്. അത്തരത്തിലുള്ള റിസ്കുകളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം. മറ്റൊന്നാണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് റിഗാർഡിംഗ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ്, പേഴ്സണൽ, മാർക്കറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഡിഫേഴ്സ് ഫ്രം that domestic business. Management functions international business regarding finance and accounting, personal, marketing and production. ഇതൊക്കെയും പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ, HR-ൻ്റെ കാര്യത്തിൽ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ, ഫിനാൻസിൻ്റെ കാര്യത്തിലൊക്കെയും അക്കൗണ്ടിങ്ങിന് പ്രത്യേക തരത്തിലുള്ള അക്കൗണ്ടിങ് ഒക്കെ ആവശ്യമാണ്. നമ്മൾ പറയാം ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ ബിസിനസ് ഡൊമസ്റ്റിക് ബിസിനസ്സിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കിടക്കുന്നു. അത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ ഫേം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നാണ്. അത് നിർബന്ധമാണ്. എംഫസിസ് ഓൺ ദി കൺസിഡറേഷൻ ഓഫ് അക്കൗണ്ട്സ് ഓഫ് വേരിയസ് യൂണിറ്റ്സ്. ഓരോ കൺസോൾട്ടേഷൻ ഓഫ് വേരിയസ് അക്കൗണ്ടിങ് യൂണിറ്റ്സ്. ഈ കൺസോൾട്ടേറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട്സ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും. അത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. ഓരോ രാജ്യത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വ്യത്യസ്തമാണ്. നമുക്കറിയാം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നറിയപ്പെടുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. അത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ അതുമായിട്ട് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പുതുതായിട്ട് ഫോമുലേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എടുത്ത് നോക്കിയാൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ബ്രാൻഡിങ് സ്ട്രാറ്റജി, അഡ്വർടൈസിങ് സ്ട്രാറ്റജി, സെഗ്മെൻറ്റേഷൻ സ്ട്രാറ്റജി ഇതൊക്കെയും ക്വൈറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. അതായത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇൻ ഇൻ്റർനാഷണൽ ഫേംസ് എയിംസ് അറ്റ് റൈസിങ് ദി ഫേംസ് ഷെയർ ഇൻ ദി ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഷെയർ വർദ്ധിപ്പിക്കാനുള്ള സ്ട്രാറ്റജികളായിരിക്കും അവിടെ ഉണ്ടാവുക. ഡൊമസ്റ്റിക് ബിസിനസ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള പുതിയ സ്ട്രാറ്റജീസ് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, സ്വീകരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത.
ദെൻ മറ്റൊന്ന് ഈ ആസ് റിഗാർഡ്സ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എച്ച് ആർ എടുത്ത് നോക്കുകയാണെങ്കിൽ പേഴ്സണൽ PERSONNEL പേഴ്സണലാണ്. ഈ പേഴ്സണൽ മാനേജ്മെൻറ്റിൽ ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ യൂസ് ഓഫ് എക്സ്പാട്രേറ്റ്സ്, ഫോറിൻ ആയിട്ടുള്ള ആളുകളെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. ഇവിടെ തന്നെ ഗ്ലോബലൈസേഷൻ്റെ ഏറ്റവും ഗുണഫലം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സാധാരണയായിട്ട് HR ആയിട്ട് ബന്ധപ്പെടുത്ത് ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്യാറ്. ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് അഡ്വാൻറ്റേജ് ലഭിക്കുന്ന രീതിയിലുള്ള HR-നൊക്കെയാണ് പലപ്പോഴും ഉപയോഗപ്പെടുത്താറ്. Then it is select motivates and rewards the personnel for foreign assignments. ഫോറിൻ അസൈൻമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുകയും സെലക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആസ് റിഗാർഡ്സ് പ്രൊഡക്ഷൻ പ്ലാനിങ്, പ്രൊഡക്ഷൻ്റെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്ലാനിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദ ഇൻ്റർനാഷണൽ ഫേം ഈസ് മോർ അഡാപ്റ്റഡ് ടു ഡിഫറൻസസ് ഇൻ ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ്. നമ്മൾ ഡൊമസ്റ്റിക്കിൻ്റെക്കാളും അതിൻ്റെ ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കൺസ്യൂമർ പ്രിഫറൻസ് ഡിഫറൻ്റ് ആയി, അവൈലബിൾ പ്രൊഡക്ഷൻ സ്കിൽസ്, സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ്, ഇതൊക്കെയും എന്തായിരിക്കും ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നിന്നും ഗ്ലോബൽ ബിസിനസ് എന്തായിരിക്കും, ഗ്ലോബൽ ബിസിനസ്സിൻ്റെ ആ ഒരു ചുറ്റുപാടിൽ നിന്നും ഡൊമസ്റ്റിക് ബിസിനസ് എപ്പോഴും വ്യത്യാസപ്പെട്ട് കിടക്കും. നമുക്ക് എക്സാമ്പിൾ പറയാം. ജപ്പാനീസിൻ്റെ കമ്പനീസ് എടുക്കുകയാണെങ്കിൽ ജപ്പാനീസിൽ ടയോട്ട, അതുപോലെ ഹോണ്ട, മിത്സുബിഷി ഇവയൊക്കെ എന്ത് ചെയ്തു, സ്റ്റാർട്ടഡ് ദെയർ ഓപ്പറേഷൻസ് ഇൻ ദെയർ ഡൊമസ്റ്റിക് മാർക്കറ്റ്. അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റായിരുന്നു അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നത്, അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ദെൻ അവരെന്ത് ചെയ്തു, അവരുടെ ഓപ്പറേഷൻസ് ഗ്രോ ചെയ്തു. ദേ ഫൗണ്ട് ടു പ്രോഫിറ്റബിൾ ആൻഡ് അതർവൈസ് നെസസറി ടു ബിൽഡ് ദെയർ പ്ലാന്റ്സ് ആൻഡ് ഫെസിലിറ്റീസ് ഇൻ അതർ കൺട്രീസ്. മറ്റ് കൺട്രീസിലും അത് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉണ്ടാക്കി. ബൈ ദി എൻഡ് ഓഫ് 1999 ജപ്പാനീസ് കാർ മേക്കേഴ്സ് വെർ മാനുഫാക്ചറിങ് അബൌട്ട് 1 million വെഹിക്കിൾസ് ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിൽ 1 million വെഹിക്കിൾസ് അവർ ഉണ്ടാക്കുകയുണ്ടായി. Companies or individuals that actively invest and operate in another country without home base are called international enterprises. മറ്റൊന്നും കൂടി പറയാം, ഇൻ്റർനാഷണൽ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കൺട്രീസ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു, ഒരു രാജ്യത്ത് പ്രത്യേകിച്ച് ഹോം കൺട്രിയിൽ ഹോം ബേസിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഫോറിൻ കൺട്രീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ബിസിനസ്സിന്, അത്തരത്തിലുള്ള ഓപ്പറേഷൻസിന് ഇൻ്റർനാഷണൽ എൻ്റർപ്രൈസ് എന്ന് പറയും. അത്തരം ഫേംസ് എന്താണ് ശരിക്കും ഇൻ്റർനാഷണൽ ആയിട്ട് തന്നെ ബോൺ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞു എക്കണോമിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലെ മാറ്റം എന്ന് പറഞ്ഞു. എക്കണോമിക് എൻവയോൺമെൻറ്റിലെ മാറ്റത്തിൽ വരുന്നതാണിത്. അവിടുത്തെ എക്കണോമിക് പോളിസി, അതുപോലെ തന്നെ ടാക്സേഷന്, ഇതൊക്കെ എക്കണോമിക് എൻവയോൺമെൻറ്റ് ഉണ്ടാകുന്ന മാറ്റത്തിൽ വരുന്നതാണ്. ഇൻ്റർനാഷണൽ ബിസിനസ് അത്തരത്തിലുള്ള എക്കണോമിക് എൻവയോൺമെൻറ്റ് ഉണ്ടാകുന്ന വ്യത്യാസം ബാധിക്കാറുണ്ട്. ഇൻ്റർനാഷണൽ കമ്പനീസ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, അത് അവയുടെ ഇൻഡസ്ട്രി എന്ന് അറിയപ്പെടുന്നത് ഏത് രീതിയിലായിരിക്കും? ഇൻ്റർനാഷണലായിട്ട് അറിയപ്പെടുന്ന രീതിയിലായിരിക്കും ഇൻഡസ്ട്രി പോലും അറിയപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ കമ്പനീസിന് അവർ തന്നെ അവരുടെ എംപ്ലോയീസ്, അതുപോലെ കോമ്പറ്റീറ്റേഴ്സ്, റെഗുലേറ്റേഴ്സ്, അതുപോലെ കൺസ്യൂമേഴ്സൊക്കെയും എന്തായിരിക്കും വ്യത്യസ്തമായിരിക്കുമെന്ന് അറിയാം. അവസരങ്ങൾ ഒരുപാട് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കോംപ്ലക്സിറ്റീസും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റിസ്ക് ഉണ്ട്, കോംപ്ലക്സിറ്റീസ് ഉണ്ട് ഡൊമസ്റ്റിക് ബിസിനസ്സിനേക്കാളും എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ പ്രത്യേകത. അതിലെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഫിനാൻസ് പോർട്ട്ഫോളിയോയിലൊക്കെ എന്ത് ചെയ്യുക, വ്യത്യസ്തമായിട്ടുള്ള രാജ്യത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സ്വരൂപിക്കാൻ കഴിയും. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കാനൊക്കെ സാധിക്കും. ഇൻ്റർനാഷണൽ ബിസിനസ് സാധാരണ നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പറേഷനിൽ എന്തായിരിക്കും, മോർ ഡിഫിക്കൽട്ടാണ് ആൻഡ് കോസ്റ്റ്ലി ടു മാനേജ് ദാൻ എക്കണോമിക് ആക്ടിവിറ്റി ഇൻ സിംഗിൾ കൺട്രി. ഒരു രാജ്യത്ത് നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്,
ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്പാട്രിയേറ്റ്സ്. എന്താ എക്സ്പാട്രിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഹു ആർ സെൻറ്റ് ടു ഫോറിൻ ലൊക്കേഷൻ ഫ്രം ദി ഹോം ഹെഡ് ക്വാർട്ടേഴ്സ്. നമ്മുടെ ഹോം ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നും നമ്മുടെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന എംപ്ലോയീസിനെയാണ് വിളിക്കുന്നത് ഫോർ എക്സ്പാട്രിയേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അവരും നമ്മൾ ലോക്കൽ എംപ്ലോയീസും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും അതുവഴി അവർ തമ്മിലുള്ള കൾച്ചറൽ ഡിഫറൻസ് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ആ കൾച്ചറൽ ഡൈവേഴ്സിറ്റി അതുമായിട്ട് എന്ത് ചെയ്യുക യോജിച്ച് പോകുന്ന കൾച്ചറലായിട്ടുള്ള ട്രാൻസ്മിഷനൊക്കെ നടക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് ബിസിനസ്സിനെ എന്ത് ചെയ്യും ബാധിക്കും. അവിടെയുള്ള കൾച്ചറായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസാണ് പ്രോബ്ലംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കോർഡിനേഷൻ ആൻഡ് മോട്ടിവേഷൻ. ഇതൊക്കെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ഓർഗനൈസേഷൻ പ്രിൻസിപ്പിൾസ്, മാനേജർ ഫിലോസഫീസ് മേ ഡിഫർ വൈഡ്ലി അക്രോസ് നാഷൻസ്. നമുക്ക് ജപ്പാനിലുള്ള മാനേജ്മെൻറ്റ് രീതി ആയിരിക്കില്ല നമ്മുടെ രാജ്യത്തുള്ള മാനേജ്മെൻറ്റ് രീതി, ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും. ഈ ഓപ്പറേഷണൽ കോംപ്ലക്സിറ്റീസിൽ വരുന്നതാണ് നമുക്ക് നേരത്തെ പറഞ്ഞ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ എന്ത് ചെയ്യുന്നു മാനേജ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ ബിസിനസ് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇൻ്റർനാഷണൽ ബിസിനസ് ഇങ്ങനെ international business consists of business activities and resource transfer across national boundaries undertaken by international firms. Firms that have directly invested in at least one foreign market are considered multinational enterprise. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇൻ്റർനാഷണൽ ബിസിനസ് സിഗ്നിഫിക്കൻ്റ്ലി മോർ കോംപ്ലക്സ് ദാൻ ഡൊമസ്റ്റിക് ബിസിനസ് ആൻഡ് ഓഫൺ റിക്വയർസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽ ഓഫ് റിസോഴ്സസ് ആൻഡ് കേപ്പബിലിറ്റീസ്. ഒരു കാര്യം കൂടി നമ്മൾ പറയാനുണ്ട്. അതിന് നമ്മുടെ റിസോഴ്സസ് തന്നെ എന്തായിരിക്കും ഡിഫറെൻറ്റ് ടൈപ്പും സ്കെയിലായിട്ടുള്ള റിസോഴ്സസ് നമുക്ക് ആവശ്യമാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ എന്നുള്ളതാണ്. നമുക്ക് അറിയാൻ പറ്റും പല കമ്പനികളും നമ്മുടെ രാജ്യത്തുള്ള പല കമ്പനികളും ഡൊമസ്റ്റിക്കിൽ എന്താണ് അവർ സക്സസ്ഫുള്ളാണ്. ബട്ട് എന്ത് ചെയ്തു അവർ ഇൻ്റർനാഷണലായി എന്ത് ചെയ്തു ഫെയിൽ ടു റിപ്ലിക്കേറ്റ് ദാറ്റ് സക്സസ് അബ്രോഡ്. അവർ വിദേശ രാജ്യങ്ങളിൽ ആ വിജയം അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ബിസിനസ്സും ഡൊമസ്റ്റിക് ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് ഡൊമസ്റ്റിക് ബിസിനസ് എന്നുള്ളതിൻ്റെ ഡിഫറൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലിനി നമ്മൾ പറയാത്തൊരു കാര്യം റെഗുലേറ്ററി ഫ്രെയിം വർക്ക് കൂടി നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലാണ് ഇൻ്റർനാഷണൽ ട്രേഡിംഗ് ബ്ലോക്സൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ബൈലാറ്ററൽ അഗ്രിമെൻറ്റ്സും യൂണിലാറ്ററൽ അഗ്രിമെൻറ്റ്സും മൾട്ടിലാറ്ററൽ അഗ്രിമെൻറ്റ്സൊക്കെ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.